Hello friends, welcome to our channel. ഇന്ന് ഒരു കുഞ്ഞ വീഡിയോ ആണ്. സ്ലീവ്സ് തയ്ക്കുമ്പോൾ ചില മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പം സ്ലീവ്സ് അറ്റാച്ച് ചെയ്യേണ്ട എങ്ങനെയെന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ചെറുതും വലുതും ആവുന്നു. അതൊക്കെ എന്തുകൊണ്ടാണ് അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ കാണിച്ചു തരുന്നത് ഇത് 3/4 സ്ലീവ് ആണ്. ഇത് ഞാൻ റെഡിയാക്കി എടുത്തതാണ് ഈ സ്ലീവ്സ്. ഇത് ഡ്രസ്സിന്റെ താഴെ ഇതുപോലെ വരുമല്ലോ. അത് ഞാൻ ലോങ് ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് ഞാൻ അത് താഴെ വെക്കൂല. അത് ഞാൻ മുറിച്ച് കയ്യിൽ വെച്ചിട്ട് പൈപ്പിംഗ് കൂടി ഇടുകയാണ് ചെയ്യാറ്. അന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾ ചോദിച്ചു ആ ഡിസൈന്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ചുരിദാറിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ ഇത് മടക്കി തയ്ച്ചിട്ടുണ്ടാവും. അത് ഞാൻ കീറി എടുക്കുകയാണ് ചെയ്യാറ്. അതിന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്ലീവ്സ് 3/4 സ്ലീവ്സ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുത്തതാണ്. ഇതിനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ. ഇങ്ങനെ നാലായി മടക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നാലായി മടക്കി ഈ ആദ്യം ബോട്ടം തയ്ച്ച് റെഡിയാക്കിയിട്ടാകുമ്പോൾ നാലായി മടക്കി വെച്ചു. ഇനി നമുക്ക് 3/4 സ്ലീവ്സിന്റെ ലെങ്ത് വേണ്ടത് എത്രയെന്ന് വെച്ചാൽ 17 ഹൈറ്റിനനുസരിച്ചാണ്. ഞാനിപ്പോൾ 16 ആണ് എടുക്കാറ്. റെഡി ലെങ്ത് എനിക്ക് 16 വേണം. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ എനിക്ക് കിട്ടും. അത് സീമിൽ പോകും. അപ്പോൾ 16.5 എൻ്റെ സ്ലീവ്സ് റെഡിയായി വരുമ്പോൾ 16 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ അളന്ന് നോക്കണം. കൈയിൻ്റെ എൽബോ കഴിഞ്ഞിട്ടാകുമ്പം ഒരു ഇവിടം വരെ, എന്നിട്ടാകുമ്പോൾ ഈ അളവും കൂടെ ഇങ്ങനെ എടുത്തേക്കണം. ഇവിടുത്തെ അളവും കൂടെ ഇങ്ങനെ എടുത്തേക്കണം. അതാണ് നമ്മൾ സ്ലീവ്സിന് ആവശ്യം. ബാക്കി കട്ടിംഗ് ഒക്കെ നമ്മൾ സാധാ നോർമൽ സ്ലീവ്സിനെ പോലെ തന്നെ ആയിരിക്കും ഇതിന്റെ കട്ടിങ് ചെയ്യുന്നത്. ഈ സ്ലീവ് ആണ് ഞാൻ തയ്ച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സാണ്. അതിന്റെ സ്ലീവ്സ് ആണ് ഇനി കട്ട് ചെയ്യാൻ പോണത്. അപ്പൊ സ്ലീവ്സ് എത്രയാ വേണ്ടത് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇത് രണ്ടും ഇങ്ങനെ യോജിച്ച് പിടിക്കാം. ഷോൾഡർ ജോയിന്റ് അവിടെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ക്രോസിൽ ഇങ്ങനെ പിടിക്കാം. അപ്പൊ 10-10.25 ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് കട്ട് ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. ഇപ്പൊ ചെസ്റ്റിന്റെ അക്കോർഡിങ് എന്റെ ക്യാപ്പ് ഹൈറ്റ് വന്നിട്ട് 3.5 ഇഞ്ചാണ് വരുന്നത്. 3 ഒരു പോയിന്റും കൂടെ വരുന്നുണ്ട് എനിക്ക്. അപ്പം ഞാൻ അതവിടെ മാർക്ക് ചെയ്തു. അതേപോലെ താഴെയും കൂടെ നമുക്കിവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ടൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് എത്ര? 10 വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് 10.25. അപ്പോൾ ഇവിടുന്ന് വെച്ചിട്ട് 10 എവിടെയാണ് വരുന്നത് അവിടെ വരെ അത് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയാണ് 10 വരുന്നത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴോട്ട് ഇറങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഇത് റൗണ്ട് ചെയ്യാൻ എല്ലാം സീം ഇവിടെ മാർക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ അങ്ങനെയും ചെയ്യാം. അപ്പം 2 ഇഞ്ചാണ് ഞാൻ അതിൽ ഡ്രസ്സിൽ സീം വിട്ടിരിക്കുന്നത്. ആ സീം ഇവിടെ വിട്ടു. ഇനി ഫുള്ള് ടോട്ടലാണ് നമ്മൾ 10. അതിൽ നിന്ന് 2 ഇഞ്ച് ഇവിടെ വിട്ടു. അപ്പം എനിക്ക് 8 ഇഞ്ച് റെഡി വേണം. കണ്ടോളും, രണ്ടും പറഞ്ഞുതരാം. ഫുള്ള് നമ്മൾ ക്രോസ് ആണ് പിടിച്ച് അതിന് സ്ലീവ്സിനെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് 10 വന്നത്. സീം ഞാൻ 2 ബോഡി പാർട്ടിൽ വിട്ടിരിക്കുന്നത്. അപ്പം 2 ഇവിടെ മാർക്ക് ചെയ്താൽ എൻ്റെ സ്ലീവ്സിൻ്റെ ഇത് വന്നിട്ട് 8 ഇഞ്ചസ് എനിക്ക് ഇങ്ങനെ കിട്ടിക്കോളും. കണ്ടോ, ഇവിടുന്ന് മാർക്ക് ചെയ്താൽ ഇങ്ങനെ ഇത് ഇവിടം വരെ 8 ഇഞ്ചസ് ആണ് ഉള്ളത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഭംഗിക്ക് അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. അപ്പം കാണിച്ചു തരാം. എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം. കുറേ പ്രാവശ്യം എനിക്ക് കമൻറ്റ് വരാറുണ്ട്. ഒരു ഭാഗം അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റാണ്, രണ്ടും ഒരേ അളവിൽ വെട്ടിയിട്ടും ഒന്നും വ്യത്യാസം വരുന്നു എന്ന്. ഇപ്പം ഇതിൻ്റെ ഓപ്പണിങ് വന്നിട്ട് 5.5 ആണ്. അപ്പോൾ 5.5 ഇവിടെ കൊടുത്തു. 2 ഇഞ്ചസ് ആണ് നമ്മൾ സീം അലയൻസ്. അതിവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ ഫിറ്റിംഗ് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ തയ്ച്ചതിന് ശേഷം ഇതിങ്ങനെ തയ്ക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ ലൂസ് വരുന്നില്ലേ, അത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. ഇതിനെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഷേപ്പ് കൊടുത്താൽ ഈ സ്ലീവ്സ് നിങ്ങൾക്ക് നല്ല ഫിറ്റിങ്ങിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. ചെയ്ത് നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെ. പക്ഷെ ഇത് മാറരുത്. ഈ ഗ്യാപ്പിംഗ് ഇല്ലേ, നമ്മൾ സാധാരണ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് സ്ട്രേറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഷേപ്പ് കിട്ടാത്തത് നമുക്ക്. അതിനെ ഈ നമ്മൾ സ്കെയിലില്ലേ, കർവ് സ്കെയിൽ ഉണ്ടാവുമല്ലോ നമ്മൾ ചുരിദാറിന് ഷേപ്പ് കൊടുക്കുന്നത്, അത് വെച്ച് ഇങ്ങനെ കൊടുത്താൽ ഈ സ്ലീവ്സ് നല്ല ഫിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മുറിച്ചെടുത്തിട്ട് അറ്റാച്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മുറിച്ചെടുത്തു. ഇതിൻ്റെ ഫ്രണ്ട് ഒരു സൈഡിൽ കുഴിച്ചെടുക്കാം നമുക്ക്. രണ്ടും മാർക്ക് ചെയ്തിടും ഞാൻ എപ്പം. ഹാബിറ്റ് ആക്കിക്കണം ചില കാര്യങ്ങൾ നമ്മുടെ സ്റ്റിച്ചിങ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്ക്കേണ്ടത് നോക്കാം. ഇനി ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്ലീവ്സ് എടുക്കാം. ഒരു സ്ലീവ് മാറ്റി വയ്ക്കാം.
എന്നിട്ട് നമ്മൾ ബോഡി പാർട്ട് എടുക്കാം ഡ്രസ്സിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് നോക്കാം. ഇങ്ങനെ ഇത് ഇട്ടാകുമ്പോൾ സ്ലീവ്സിൻ്റെ റൈറ്റ് സൈഡ് എടുത്തിരിക്കുകയാണ്. അതുപോലെ ഡ്രസ്സിൻ്റെ ഇത് റൈറ്റ് സൈഡാണ്. ഇത് ബാക്ക് പാർട്ടിൽ നിന്ന് നമുക്കിതിനെ വെച്ച് നോക്കാം. നമ്മൾ ബാക്ക് പാർട്ട് എവിടെയാണ്? ഇതാ ഇതിനെ ഫേസ് ടു ഫേസ് വെച്ചു. ഇത് ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്തുകൊണ്ട് എന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ ഇതിങ്ങനെ ചെക്ക് ചെയ്യണം നമ്മൾ. എന്നിട്ടാകുമ്പോൾ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തോണം, ചെക്ക് ചെയ്തോണം കറക്റ്റ് ഉണ്ടോയെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അതിനെ കറക്റ്റ് ചെയ്യണം സ്ലീവ്സിന്. അപ്പോൾ നമ്മളത് ഇത് സെൻറ്റർ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ്സ് കറക്റ്റാണ് ഉള്ളത്. ഫ്രണ്ടും കൂടെ നമുക്ക് അങ്ങനെ അളന്ന് നോക്കി വയ്ക്കാം. കുറച്ച് ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ട് പീസിൽ. കണ്ടോളൂ ഫ്രണ്ട്സ്, ഇവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. 1/4 ഇഞ്ച് വ്യത്യാസം വന്നാൽ പ്രശ്നമില്ല. അത് നമ്മൾ ചെറുങ്ങനെ ഒന്ന് സ്ലീവ്സ് വലിച്ചു കൊടുത്താൽ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതേപോലെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ ഇത് ഒന്ന് ശരിയാക്കി എടുക്കണം. എൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ എക്സസ് ഒന്നും വന്നില്ല. ഇവിടെ ചില സമയത്ത് ഇവിടെ വരും ഇങ്ങനെ എക്സസ് കുറച്ച് ബാക്ക് പാർട്ടിലോ ഫ്രണ്ട് പാർട്ടിലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തേക്കണം. ഇതുണ്ട് ഇപ്പോൾ ഇവിടെ ശകലം ഒരു അൺഈവൻ കണ്ടോ കുറച്ച്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആ സ്ലീവ്സിലുണ്ടെങ്കിൽ അതിലൊന്ന് ഇതിപ്പോൾ ഒരു പീസാണ്, പക്ഷെ അത് തയ്ച്ച് വരുമ്പോൾ വൃത്തികേടായിരിക്കും. അതൊന്ന് ശരിയാക്കി എടുക്കണം. എന്നിട്ട് എങ്ങനെയാണ് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യേണ്ടത് നോക്കാം. ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് നമുക്കിതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് പാർട്ട് കറക്റ്റാണ്. ഫ്രണ്ട് പാർട്ടിൽ ഒരു 1/4 ഇഞ്ചാണ് വ്യത്യാസം. അപ്പം ബാക്ക് പാർട്ട് നമ്മൾ വലിക്കുകയൊന്നും വേണ്ട. ഒരേ മാർജിനിൽ നമ്മൾ എത്രയാണ് ആദ്യം ഇവിടെ അമർത്തുന്നത് അതേ മാർജിനിൽ വേണം നമ്മളിത് തയ്ച്ച് വരണം. 1/4 ഇഞ്ച് നിങ്ങൾക്ക് തയ്ച്ച ശീലമാണെങ്കിൽ 1/4 ഇഞ്ച്, 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച്. പക്ഷെ അത് മാർജിൻ ഒരേപോലെ വെച്ച് വേണം തയ്ക്കാൻ. ചില സമയത്ത് നമ്മളിവിടെ 1/2 ഇഞ്ച് എടുക്കും, പിന്നെ 1/4 ഇഞ്ച് എടുക്കും, പിന്നെ 1/2 ഇഞ്ച് എടുക്കും. അങ്ങനെ എടുക്കുമ്പം ഈ സ്ലീവ്സ് വന്നിട്ട് എവിടെയെങ്കിലും മിച്ചം വരും. മനസ്സിലായോ? 2 തുണി ഒരേപോലെ നമ്മൾ അമർത്തിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ സ്ലീവ്സ് തമ്മിൽ നീളം വ്യത്യാസം വരുന്നതാണ്. രണ്ട് പാർട്ടും വലിക്കരുത്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ അതിനെ ഒതുക്കി ഇങ്ങ് വെച്ച് കൊടുത്തിട്ട് തയ്ക്കാവുന്നതാണ്. എത്തിയിട്ടുണ്ട്. നമ്മൾ സെൻറ്റർ കറക്റ്റ് മാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ സെൻറ്റർ കണ്ടോ കറക്റ്റ് മാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളിങ്ങനെ അറ്റം വരെ തയ്ച്ചു. ഇവിടെ കുറച്ച് 1/4 ഇഞ്ച് മാത്രം ഡിഫറൻസ് വന്നിരിക്കുകയാണ്. ഇതേപോലെ അടുത്ത സ്ലീവ്സും കൂടെ തയ്ച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ തയ്ക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടാണ് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പീസിൽ 1/4 ഇഞ്ച് സ്ലീവ്സ് ചെറുതാണ്. അപ്പോൾ നമ്മൾ സ്ലീവ്സിനെ കുറച്ച് 1/4 ഇഞ്ച് ഇങ്ങോട്ട് വെച്ച് തയ്ക്കണം. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും ഒരേപോലെ ഈ വന്നത് ഒരേപോലെ വരും. ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് സെൻറ്ററിനെ കാട്ടി ഞാൻ അളവ് എടുത്തിട്ട് ഇതുപോലെയാണ് തയ്ക്കാറ്. അപ്പോൾ ഇത് ഒരേ സ്റ്റെപ്പിൽ അങ്ങ് നമ്മളെ പരിപാടി തീരുന്നതാണ്. ഇത് ഫുള്ള് തയ്ച്ചെടുത്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ തയ്ച്ചപ്പോൾ നമ്മൾ സ്ലീവ്സ് ഒരു സൈഡിൽ 1/4 ഇഞ്ച് കുറവാണ്. അത് കുഴപ്പമില്ല. അപ്പുറത്തെ സൈഡിലും അത് 1/4 ഇഞ്ച് കുറവാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ വലിച്ചിട്ടില്ല ഫ്രണ്ട്സ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ 2 ഇഞ്ച് സീം അലയൻസ് വിടും. അപ്പം വെട്ടി വരുമ്പോഴേക്കും എനിക്ക് 1 ഇഞ്ചാണ് ഞാൻ സൈഡിൽ ഈ സീമില്ലേ ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ 2 ഇഞ്ച് വയ്ക്കും. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അറിയാം. ഇത് ഞാനിങ്ങനെ 2 ഇഞ്ച് വിട്ടേക്കും. എൻ്റെ തയ്ച്ച ഐറ്റം ഞാൻ എന്താ ചെയ്യുക, 1 ഇഞ്ചോളം വെച്ചിട്ട് ബാക്കി ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഓവർലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് മാറ്റർ ആക്കണില്ല. ഞാൻ ഇനി ഫിറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. സ്ലീവ്സിന് ഫിറ്റിംഗ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസ് വരത്തില്ല. ചില ആൾക്കാർ സ്ലീവ്സ് ഫിറ്റ് ചെയ്താൽ ഈ രണ്ടും ഇങ്ങനെ കിട്ടത്തില്ല. ഇങ്ങനെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അത് ഇങ്ങനെ വേണം വരാൻ. ഒരു കുറച്ച് 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിൽ ഫിറ്റിങ്ങിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വരത്തില്ല. പക്ഷെ കൂടുതൽ ഇങ്ങനെ വരരുത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം സ്ലീവ്സ് ചെക്ക് ചെയ്യണം. കട്ട് ചെയ്തിട്ടാകുമ്പോൾ സ്ലീവ്സിനെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് ചെക്ക് ചെയ്തോണം. ഇനി നമ്മളിത് കറക്റ്റാണ് വരുന്നതെന്ന് നോക്കിക്കോണം. ഒരു പ്രാവശ്യം ഇങ്ങനെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് നോക്കിക്കണം. അപ്പം നോക്കിക്കോളൂ, കണ്ട നമ്മളിത് ഒരേപോലെ വരുന്നുണ്ടോ? കാണാമോ ലൈറ്റിൽ? ഇത് കണ്ടോളൂ ഫ്രണ്ട്സ്, ഒരേപോലെ സ്റ്റിച്ച് വരുന്നത്. ഇതുപോലെ നിങ്ങളിത് വരണം. അപ്പം ഇത് നമുക്ക് തയ്ച്ചെടുക്കാം ഇനി. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ സ്ലീവ്സിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തയ്ച്ചെടുത്താൽ മതി നമുക്ക്.
ആ 1/4 ഇഞ്ച് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ചെയ്തതെന്ന്. അത് മാറ്ററല്ല. ഇനി ഈ 2 സീമും ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വെക്കണം, കൈയിൻ്റെ സൈഡിലോട്ട് ഇങ്ങോട്ട് വെക്കണം, ഇങ്ങോട്ടും വെക്കരുത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഒരു പിടുത്തം ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരെ ബൈ.